വിവാഹവും ദാമ്പത്യവും കുടുംബവും ഒക്കെ ഇങ്ങനെ കുറഞ്ഞു വരാണ്. അതിൻ്റെ ഒപ്പം തന്നെ ടച്ച് ഹങ്കർ എന്ന് പറയുന്ന പ്രതിഭാസം കൂടി വരികയാണ്. എന്താണ് ഈ ടച്ച് ഹങ്കർ? സ്പർശന വിശപ്പ് എന്നുള്ളതാണ്. നമ്മൾക്കെല്ലാവർക്കും ജൈവികമായി വരുന്ന ഒരു ചോദന, ഒരു വിശപ്പാണ് യഥാർത്ഥത്തിൽ സ്നേഹോഷ്മളമായ ഒരു സ്പർശനം നമുക്ക് വേണമെന്നുള്ളത്. ഫിസിക്കൽ ടച്ച്, അത് സ്നേഹത്തോടു കൂടി നമ്മുടെ ഭർത്താവോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മാതാവോ നമ്മുടെ പിതാവോ നമ്മുടെ മക്കളൊക്കെ സ്നേഹത്തോടു കൂടി സ്പർശിക്കുക. ഈ ഫിസിക്കൽ ടച്ച് അത് കുറഞ്ഞു വരുന്നതിനോടൊപ്പം മനുഷ്യന്മാർക്ക് അതിൻ്റെ ആവശ്യം, അതിനോടുള്ള വിശപ്പ് കൂടി വരുന്നു എന്ന് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അമേരിക്കയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാമിലി സ്റ്റഡീസും വീറ്റ്ലി ഇൻസ്റ്റിറ്റ്യൂട്ടും ഒരുമിച്ച് നടത്തിയ ചില പഠനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. ഫിസിക്കൽ അഫെക്ഷൻ അഥവാ ശാരീരികമായ സ്നേഹം, ശ്രദ്ധ, അനുരാഗം എന്നിവയൊക്കെ ലഭിക്കുന്നത് വിവാഹിതരല്ലാത്ത സ്ത്രീകളെക്കാൾ വിവാഹിതരായ സ്ത്രീകൾക്കാണ് എന്നുള്ളതാണ്. ഫിസിക്കൽ ടച്ച് അഥവാ സ്നേഹോഷ്മളമായ സ്പർശനം ഇത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വിവാഹിതരല്ലാത്ത സ്ത്രീകളെക്കാൾ വിവാഹിതരായ സ്ത്രീകൾക്കാണ് എന്നും ഈ പഠനം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ശാരീരികമായ സ്പർശനവും ശാരീരികമായ ശ്രദ്ധയും ശാരീരികമായ അനുരാഗവും ഒക്കെ ലഭിക്കുന്ന സ്ത്രീകൾക്കാണ് ലഭിക്കാത്ത സ്ത്രീകളെക്കാൾ കൂടുതൽ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും എന്നും ഈ പഠനങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നു. ഹഗ്സും കിസ്സസും ആലിംഗനവും ചുംബനങ്ങളും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വിവാഹിതരല്ലാത്ത സ്ത്രീകളെക്കാൾ വിവാഹിതരായ സ്ത്രീകൾക്കാണ്. പരസ്പരം വിരലുകൾ കോർത്ത് കൈകൾ പിടിച്ച് നടക്കുന്നവർ ഏറ്റവും കൂടുതൽ ആ ഭാഗ്യം ലഭിക്കുന്നവരും യഥാർത്ഥത്തിൽ വിവാഹിതരല്ലാത്ത സ്ത്രീകളെക്കാൾ വിവാഹിതരായ സ്ത്രീകളാണ്. ഓമനിക്കലും ലാളിക്കലും ഒക്കെ, സ്നഗ്ലിങ്ങും കഡ്ലിങ്ങും ഒക്കെ കൂടുതൽ ലഭിക്കുന്നവർ വിവാഹിതരല്ലാത്ത സ്ത്രീകളെക്കാൾ വിവാഹിതരായ സ്ത്രീകൾക്കാണ്. ഇതെല്ലാം സ്ത്രീകളുടെ സന്തോഷത്തിന് ഏറ്റവും അനിവാര്യമാണ്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് വിവാഹിതരായ സ്ത്രീകൾക്കാണ് വിവാഹിതരല്ലാത്ത സ്ത്രീകളെക്കാൾ. ഇങ്ങനെ ശാരീരികമായ ബന്ധവും സ്പർശനവും ചുംബനവും ആലിംഗനവും ലാളിക്കലുകളും ഓമനിക്കലുകളും ഒക്കെ കിട്ടിയിട്ട് എന്താ ഉപകാരം എന്ന് ചിലപ്പോൾ സംശയം തോന്നിയേക്കാം. അവയുടെയൊക്കെ പ്രസക്തിയാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മാനസികവും ശാരീരികവുമായ ക്ഷേമത്തിന് വളരെ അത്യാവശ്യമാണ് ഈ ഫിസിക്കൽ ടച്ച് എന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ സൂചിപ്പിച്ച കാര്യമാണ്. പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഭർത്താവിൽ നിന്നുള്ള സ്പർശനം മാനസികോല്ലാസം അഥവാ റിലാക്സേഷൻ, ആശ്വാസം, വിശ്വാസം, പരസ്പര വിശ്വാസം, കൂടുതൽ സുരക്ഷിതത്വ ബോധം, മനസ്സിലൊരു സെക്യൂരിറ്റി, എല്ലാത്തിനും ഒരു സമാധാനം, വൈകാരികമായ പ്രതിരോധ ശേഷി, ഇമോഷണൽ റെസിലിയൻസ് എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിമുക്തി നേടാനുള്ള ശേഷി, ഇതെല്ലാം കൂട്ടാൻ ഭർത്താവിൽ നിന്നുള്ള സ്നേഹോഷ്മളമായ സ്പർശനത്തിന് കഴിയും എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അത്തരം സ്പർശനങ്ങൾ ഓക്സിറ്റോസിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുകയും മാനസിക സമ്മർദ്ദം, സ്ട്രെസ് കുറയ്ക്കുകയും ശരീരത്തിലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ സമ്മർദ്ദ പ്രതികരണത്തിന്റെ കാലാവധി കുറയ്ക്കുകയും പാരസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം വർക്കാവാനും മനസ്സിന് സമാധാനവും ആശ്വാസവും ജീവിത സംതൃപ്തിയും കൈവരിക്കാനും ഒക്കെ സഹായിക്കുമെന്നുള്ളതാണ്. ഞാൻ ഏകാന്തയാണ്, ഒറ്റപ്പെട്ടിട്ടാണ്, എനിക്ക് ആരുമില്ല എന്നൊക്കെ ചിന്ത ചിലപ്പോൾ നമുക്ക് കടന്നു വന്നേക്കാം. അതൊക്കെ മാറ്റാൻ ഈ സ്പർശനത്തിന് ശക്തിയുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇണകൾ പരസ്പരം സ്പൂണിങ് ചെയ്യുന്നത്, സ്പൂണിങ് എന്ന് പറഞ്ഞാൽ പിന്നിൽ നിന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കുക, കഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ ലാളിക്കുക, ഇതൊക്കെ പരസ്പരം ചെയ്യുമ്പോൾ ഇണകളുടെ ചർമ്മങ്ങൾ പരസ്പരം ചേരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ദീർഘമായി ചർമ്മങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കുന്നത്, ആലിംഗനം ചെയ്യുന്നത്, ചുംബനം എന്നിവയൊക്കെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവ കേവലം സ്നേഹപ്രകടനങ്ങൾ മാത്രമല്ല, മറിച്ച് നാഡീവ്യൂഹത്തെ ശമിപ്പിക്കുന്നു, പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നു, കോർട്ടിസോൾ കുറക്കുന്നു, ശരീരത്തിന് അകത്തു നിന്നുള്ള ആഴത്തിലുള്ള വാർദ്ധക്യവിരുദ്ധ പ്രക്രിയകൾക്ക് കാരണമാകുന്നു. എന്ന് വെച്ചാൽ ഏജിങ് എന്ന് പറയുന്ന നമുക്ക് പ്രായമാകാൻ വേണ്ടി എന്തൊക്കെ ഉള്ളിൽ നടക്കുന്നു അതൊക്കെ സ്ലോ ആവുന്നു. ഇങ്ങനെ ഒരുപാട് ആരോഗ്യകരമായ ഉപകാരങ്ങളുണ്ട് സ്നേഹപൂർവ്വമുള്ള സ്പർശനത്തിന് എന്നാണ് ജീവശാസ്ത്രജ്ഞനായ ഗാരി ബ്രാക്ക വിശദീകരിക്കുന്നത്. നിരവധി പഠനങ്ങൾ കാണിക്കുന്നത് ആലിംഗനം, പരസ്പരം ചർമ്മം ചേർന്നുള്ള സ്പർശനം, പരസ്പരം ചേർത്ത് പിടിക്കൽ എന്നിവ മാനസിക സമ്മർദ്ദം കുറക്കുന്നു, ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും കുറക്കുന്നു, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, വേദന കുറക്കുന്നു, ഏതുതര വേദനയും അത് കുറവ് അനുഭവപ്പെടുന്ന രൂപത്തിൽ നമ്മളുടെ ശരീരമാകുന്നു, ഉറക്കം മെച്ചപ്പെടുത്തുന്നു, മാനസിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു എന്നിങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇത്തരം സ്പർശനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. നല്ല ദാമ്പത്യം ഉണ്ടാവുക, നല്ല കുടുംബം ഉണ്ടാവുക എന്നുള്ളത് നമ്മളുടെ ശരീരത്തെയും നമ്മളുടെ മനസ്സിനെയും ആരോഗ്യകരമാക്കി മാറ്റുകയും ഏറ്റവും സന്തോഷകരമായ ആരോഗ്യകരമായ ജീവിതം നമുക്ക് നൽകുകയും ചെയ്യും.